ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കണമെന്ന ആവശ്യവുമായി അക്കാദമി ജനറൽ കൌൺസിൽ അംഗങ്ങൾ. ഏകാധിപതിയെ പോലെയാണ് ചെയർമാന്റെ പ്രവർത്തനം. സർക്കാരിനും ചലച്ചിത്ര മേഖലയ്ക്കും നാണക്കേടാണ് രഞ്ജിത്തിന്റെ പ്രവർത്തനം. ചെയർമാനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. 15 ജനറൽ കൌൺസിൽ അംഗങ്ങളിൽ 9 പേരും യോഗത്തിൽ പങ്കെടുത്തുവെന്നും സംവിധായകൻ മനോജ് ഖാന പ്രതികരിച്ചു. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംബന്ധിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും ജനറൽ കൌൺസിൽ അംഗങ്ങളും തമ്മിലുള്ള തർക്കം പരസ്യ വിഴുപ്പലക്കിലേക്ക് പോവുകയാണ്. രഞ്ജിത്തിനെ രാജി പരസ്യമായി ആവശ്യപ്പെട്ട ജനറൽ കൌൺസിൽ അംഗങ്ങൾ ഇന്ന് രംഗത്തെത്തിയതിന് കാരണം രഞ്ജിത്ത് രാവിലെ നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. താൻ രാജിവെക്കുന്ന പ്രശ്നമില്ല, അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിലേയില്ല. മാത്രവുമല്ല, ഇന്നലെ ജനറൽ കൌൺസിൽ അംഗങ്ങളുടെ യോഗം ചേർന്നത് തനിക്കെതിരെയല്ല എന്ന നിലപാട് കൂടി രഞ്ജിത്ത് ഇന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് രഞ്ജിത്തിനെതിരെ പരസ്യമായി തന്നെ പ്രതികരിക്കാൻ ജനറൽ കൌൺസിൽ അംഗങ്ങൾ തയ്യാറായത്.